മനുഷ്യരുടെ സ്വഭാവം രണ്ടു തരമാണ്. ആവശ്യമുള്ളപ്പോൾ അവർ തേൻ പോലെ മധുരമായി സംസാരിക്കുന്നു. ആവശ്യം കഴിഞ്ഞാൽ അവർ തേളിനെ പോലെ കുത്തി സംസാരിക്കുന്നു. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യത്തിലെത്തുന്നതിനു മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ആത്മവിശ്വാസമില്ലെങ്കിൽ കുറഞ്ഞത് 2 തവണ തോൽക്കേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിപക്ഷവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. സൗഹൃദം ഒരു ജീവിതത്തെ പ്രണയത്തെക്കാൾ ആഴത്തിൽ അടയാളപ്പെടുത്തുന്നു. സ്നേഹം ആസക്തിയിലേക്ക് അധപ്പതിക്കുന്നതിന് സാധ്യതയുണ്ട്. സൗഹൃദം ഒരിക്കലും പങ്കിടലല്ലാതെ മറ്റൊന്നുമല്ല. ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത്. അത് വിവേകശൂന്യമാണ്. എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരുന്നു. നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ്. ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറക്കുക. സംഭവിച്ചതെല്ലാത്തിനും ഒരു കാരണമുണ്ടാകും. എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത്. നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം. ഓരോ പ്രവൃത്തിയും നാളെയൊന്നുമില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക. മനുഷ്യർക്ക് മാറ്റമുണ്ടാകുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നുകിൽ അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടാവാറില്ല. പക്ഷെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും. കൊതിച്ച ജീവിതത്തെ മനസ്സിന്റെ ഒരു കോണിൽ ഉറക്കിക്കിടത്തി വിധിച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തരായിരിക്കുക. മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ. ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ നമുക്ക് കഴിയില്ലായിരിക്കാം. എന്നാൽ ഒരുപാട് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും. ഒരു സ്ത്രീയെ ആകർഷിക്കാൻ ഏറ്റവും സത്യസന്ധമായി പെരുമാറിയാൽ മാത്രം മതി. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും. ഓരോ അനുഭവങ്ങളും ഒരു നല്ല പാഠമായി മാത്രം കാണുക. പലരും നമ്മെ പറ്റിച്ചത് അവരുടെ മിടുക്കുകൊണ്ടല്ല, നമ്മൾ അവരെയൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചു പോയത് കൊണ്ടാണ്. നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുന്നതാണ്. തുടർച്ചയായി പുരോഗതി കൈവരിക്കുന്ന ആരെയും ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. എത്ര പതുക്കെയാണെങ്കിലും അവർ വിജയിക്കും. ഒരാളെ വേദനിപ്പിക്കാനും വെറുപ്പിക്കാനും ഒഴിവാക്കാനും ആർക്കും കഴിയും. പക്ഷേ വേദനിക്കുന്ന ഹൃദയത്തിൽ സ്നേഹം കൊണ്ട് സ്പർശിക്കാൻ ചതിയും വഞ്ചനയും ഇല്ലാത്ത ഒരു നല്ല മനസ്സിന് മാത്രമേ കഴിയൂ. ഇന്ന് മുഖം തിരിച്ചു നടക്കുന്ന പലരും ഒരിക്കൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുഞ്ചിരി സമ്മാനിച്ചവരായിരുന്നു. ആരെയെങ്കിലും സഹായിക്കാൻ ഒരവസരം കിട്ടിയാൽ നല്ല മനസ്സോടെ സഹായിക്കുക. നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മെ സഹായിക്കാനായി ഒരാളെയെങ്കിലും ദൈവം ഒരുക്കുമെന്ന് ഉറപ്പാണ്. ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക, ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളത് ഇല്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകാനും അധിക സമയം വേണ്ടിവരില്ല. വിശ്വസിച്ചവരെ പറ്റിച്ചു എന്നോർത്ത് സന്തോഷിക്കുമ്പോഴും അഭിമാനം കൊള്ളുമ്പോഴും ഒന്നോർക്കുക, അവിടെ തകർന്നത് സ്വന്തം വ്യക്തിത്വമാണ്. അവരുടെ മനസ്സിലെ നിങ്ങളുടെ സ്ഥാനമാണ് നഷ്ടമായത്. കൈവിട്ടു പോയതെന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടിയെന്നു വരില്ല. കാരണം കാലത്തിനു മനുഷ്യനേക്കാൾ വാശിയാണ്. ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മാറ്റി നിർത്താതെ കരുതൽ നൽകേണ്ടത് മനസ്സറിഞ്ഞു സ്നേഹിച്ചവരെയാണ്. വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും. വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പരം വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്.
എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകിലോട്ട് പോകില്ല. പഴയതുപോലെ ആക്കുവാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക. എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം. വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക. പണത്തിന്റെ കണക്കുകൾ, ഭാവി തീരുമാനം, ദാമ്പത്യ രഹസ്യങ്ങൾ, ചെയ്തു പോയ തെറ്റുകൾ എന്നീ 4 കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം. ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല. എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു. പൂവിൽ തേനുണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നില്ല. അതുപോലെയാണ് ചില മനുഷ്യരും. വാക്കുകളിൽ സ്നേഹമുണ്ടെന്ന് കരുതി ഹൃദയത്തിൽ സ്നേഹമുണ്ടാവണമെന്നില്ല. സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. കാരണം അവർ എല്ലായ്പ്പോഴും നിങ്ങളെ തെറ്റുകാരാക്കാൻ ശ്രമിക്കും. എളുപ്പമുള്ള ജീവിതം ലഭിക്കാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യങ്ങൾ മറികടക്കുവാനുള്ള ശക്തി ലഭിക്കുവാനാണ് പ്രാർത്ഥിക്കേണ്ടത്. ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മളെ വേദനിപ്പിക്കും. നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർക്ക് മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്നു കൊടുത്തിട്ടും കാര്യമില്ല. ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെയാണ് ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ വിവേകത്തോടെ ആഘോഷമാക്കി മാറ്റുക. നിങ്ങളുടെ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നതിൽ സംതൃപ്തരായിരിക്കുക. മറ്റുള്ളവരെ അവർക്കിഷ്ടമുള്ള പോലെ സംസാരിക്കാൻ വിടുക. നിങ്ങളുടെ വാക്കുകൾ നിശബ്ദതയേക്കാൾ വിലയുള്ളതാകും വരെ മിണ്ടാതിരിക്കാൻ ശീലിക്കുക. അർത്ഥമില്ലാത്ത വാക്കുകളേക്കാൾ നല്ലത് നിശബ്ദതയാണ്. കുട്ടികൾക്ക് ജ്ഞാനവും വിവേകവും വിനയവും പകർന്നു കൊടുക്കുക. അപ്പോൾ മനുഷ്യരെ ശിക്ഷിക്കേണ്ട ആവശ്യകത ഇല്ലാതായേക്കാം. നമ്മളെ മറ്റുള്ളവർ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലരാണ് നമ്മളെ വെറുക്കുന്നത്. അവരെ അവരുടെ വഴിക്ക് തന്നെ വിടുക. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടിയെടുക്കുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ബഹുമാനം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിനായി ഒഴിവുകഴികൾ പൂർണ്ണമായും ഒഴിവാക്കി ഓരോ നിമിഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സത്യം യാത്ര തുടങ്ങുമ്പോഴേക്കും കള്ളം നാടുചുറ്റി തിരിച്ചു വന്നിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവുകൾ സത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഒരു ചെറിയ കാര്യത്തെ ഒരുപാട് വാക്കുകളിൽ പറയരുത്. എന്നാൽ ഒരു വലിയ കാര്യത്തെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ പഠിക്കണം. അവനവന് ജീവിക്കാനുള്ള സാമ്രാജ്യം സ്വയം നേടാത്ത ആരും സ്വതന്ത്രനല്ല. അതുപോലെ സ്വയം ആജ്ഞാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല. വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഒരാളുടെ വേദനയിൽ എത്രമേൽ കൈത്താങ്ങാവാൻ നമുക്ക് കഴിയുന്നുവോ അതായിരിക്കും നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം.